ഈ ഇടയ്ക്ക് റീസെന്റ് ആയിട്ട് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയിൽ പുതിയ കുറച്ച് ആളുകളെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പാലക്കാട്ടൊക്കെ ഞാൻ കണ്ടതാണ്. ശരിക്കും ആ പാലക്കാട്ടെ MLA-യുടെ പല സ്ഥലങ്ങളിലുള്ള വർത്തമാനം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ പുള്ളി ഒരു ഇച്ചിരി ഓവർ അല്ലേ എന്ന് എനിക്ക് പേഴ്സണലി, അല്ലെങ്കിൽ ഞാനുമായി സംസാരിച്ചിട്ടുള്ള വ്യക്തികൾക്കെല്ലാം അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അതായത് പുള്ളി റീൽസിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണോ? ശരിക്കും അത്തരത്തിൽ ഞാൻ പുള്ളിയെ സ്പെസിഫൈ ചെയ്ത് പറയണമെന്നല്ല പറയുന്നത്, അത്തരത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാരോട് അല്ലെങ്കിൽ അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമുക്കെല്ലാം വേണമല്ലോ, റീൽസും വേണം, റിയലും വേണം, എല്ലാം വേണം. എല്ലാത്തരം ആൾക്കാരും അടങ്ങുന്നതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചിലപ്പം പല ആളുകളെ നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരും. പിന്നെ രാഹുൽ അങ്ങനെ ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അല്ല, പുള്ളി വളരെ പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം വളരെ കൃത്യമായി പ്രതികരിക്കുന്ന ഒരാളാണ്. പിന്നെ വളരെ ചെറുപ്പം മുതൽ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ട് വന്ന ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും പല സാഹചര്യങ്ങളിലും ചിലപ്പോൾ വഴിവിട്ട് സംസാരിക്കേണ്ടി വന്നു കാണാം. അതിപ്പം ഞാനായാലും പോലും സംസാരിക്കും, എത്രയോ രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു എതിർ രാഷ്ട്രീയക്കാരനെ അതിരൂക്ഷമായി എതിർക്കുന്നുണ്ടായിരിക്കാം രാഹുലിനെ കൂടുതൽ വേട്ടയാടപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അല്ല, ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യല്ല, എന്നാലും ഞാൻ പറയാണ്. അപ്പം അദ്ദേഹം പ്ലസ് നമ്മൾ ചാണ്ടി ഉമ്മൻ, രണ്ടുപേരെയും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇവരുടെ എല്ലാം വീഡിയോസ് കാണുന്ന സമയത്ത് നിഷ്പക്ഷരായിട്ടിരിക്കുന്ന കുറെ ആളുകൾക്ക് കുറച്ചുകൂടെ ഒരു ഇന്റിമസി അല്ലെങ്കിൽ ഒരു സ്നേഹം, ഒരു ഇഷ്ടം, ഇതൊക്കെ തോന്നുന്നത് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ക്യാരക്ടർ. ചാണ്ടിയുടെ രാഷ്ട്രീയം വേറെയാണ്. രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയമല്ല. ഇപ്പൊ ഇവർ രണ്ടുപേരുടെയും രാഷ്ട്രീയമല്ല എന്റേത്. അപ്പം മൂന്ന് പേർക്കും ഡിഫറെന്റ് ആണ്. അപ്പൊ ചാണ്ടി ഒരു പരിധി വരെ വളരെ കുട്ടിക്കാലം തൊട്ട് ഉമ്മൻചാണ്ടിയെ കണ്ടു വളർന്ന ഒരു മനുഷ്യനാണ്. മനസ്സിലായി? ആ ഒരു രാഷ്ട്രീയമാണ് ചാണ്ടിക്കുള്ളത്. സിംപ്ലിസിറ്റി, അതേപോലെ തന്നെ ജനങ്ങളുമായി കൂടുതൽ ഇടപെടുക, അതാണ് ചാണ്ടിക്കുള്ളത്. പക്ഷെ രാഹുൽ അങ്ങനെയല്ല. രാഹുൽ കുറച്ചും കൂടി വേറൊരു രാഷ്ട്രീയം കണ്ടുപിടിച്ച ആളായിരിക്കാം. അപ്പം അതനുസരിച്ചല്ലേ പെരുമാറി. ഇപ്പൊ സ്വരാജിനെ ഒരു പരിധി വരെ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. സ്വരാജിന്റെ വാക്കുകൾ, സംസാരങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരുപക്ഷെ കോൺഗ്രസിലെ പിന്നെ ചെറുപ്പക്കാർക്ക് കുറെ കൂടി ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ആരാന്ന് വെച്ചാൽ സ്വരാജ് എന്നാ പേര് പറയാം. അപ്പം സ്വരാജിന്റെ രാഷ്ട്രീയം വേറെ അല്ലേ? അതെ, മനസ്സിലായി. പിണറായി വിജയന്റെ കണക്കാണോ ഇന്നലെ അന്തരിച്ച VS? ഒരിക്കലും അല്ല. രണ്ട് തരത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പം പിണറായി എങ്ങനെയാണ് മാധ്യമങ്ങളോട് ഇടപെടുന്നത്, VS എങ്ങനെയാണ് മാധ്യമങ്ങളോട് ഇടപെടുന്നത്, രണ്ട് തരത്തിലാണ്. അപ്പൊ അതുപോലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇത്തരത്തിലുള്ള കാര്യം.